മാറ്റമില്ലാത്ത വചനങ്ങൾ സംസാരിക്കുവാൻ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തി കുടുംബമായി ഈ രാത്രിയിൽ ഇവിടെ ഉണ്ടല്ലോ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിന്റെ പേരിലുള്ളതായിരിക്കുന്ന വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം ദേവദാസനിലേക്ക് സമയത്തെ കൈമാറുകയാണ്. അതിലുപരിയായി ഈ നമ്മുടെ ഈ മുറ്റത്ത് കൺവെൻഷൻ തിരുവല്ല സെക്ഷന്റെ പ്രാരംഭ സമയത്തെ ഒരു കൺവെൻഷൻ എന്ന് തോന്നിപ്പോവുകയാണ്. ഇതിൽ ഹൈദരാബാദിൽ നിന്ന് വരെ എൻ്റെ സഹോദരി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് മഹത്വം കരേറ്റാം. അത്ഭുതകരമായ അതിശയകരമായ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ ദൈവദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രിയ ദൈവദാസനെ വളരെ വിനീതമായി ദൈവവചനം സംസാരിക്കേണ്ടതിനായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിക്കാമല്ലോ. സ്തോത്രം. ഈ ഒരു സ്തുതി കൊണ്ട് മതിയാകുന്നവനല്ല നമ്മുടെ കർത്താവ്. പിന്നെ പ്രായമുള്ള ഒരു അപ്പച്ചൻ പറഞ്ഞതുപോലെ അരച്ചക്രം കൊണ്ട് അക്കരെ നാട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരല്ല നമ്മൾ. ആണോ അപ്പച്ച? നമ്മുടെ ജോഷി അപ്പച്ചനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നവരാണോ നമ്മൾ? അല്ല. നമ്മൾ കർത്താവിനെ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലെന്ന പോലെ ആയിത്തീരുന്നവരാ. അപ്പൊ ജീവനുള്ള കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ജീവനുള്ളവരായി തീരുന്നവരാ. യുവാക്കളും യുവതികളും ഒക്കെ ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. മാത്രമല്ല സാറാഫുകളുടെ ആരാധ്യനാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. ആ കർത്താവിനെ രാപകലില്ലാതെ സ്വർഗത്തിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മോട് പറയുന്നത് അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേർന്ന് നിമിഷം കർത്താവിനെ സ്തുതിക്കാം. യുവജന ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സുവിശേഷീകരണ മീറ്റിംഗിലേക്ക് എനിക്കും കടന്നു വരുവാൻ കർത്താവ് വലിയ അവസരം തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ യോഗത്തിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ നടത്തുന്ന ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ ദേവദാസൻ ജോൺസൺ മാത്യു പാസ്റ്ററെ ഓർക്കുകയാണ്. എന്നും വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ പ്രാർത്ഥനാ ശബ്ദമായി കേട്ടുകൊണ്ടിരിക്കുന്ന ദേവദാസൻ കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. വളരെ തിരക്കിനിടയിലും ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടതിനായി കടന്നു വന്ന സെഷൻ്റെ പ്രസ്പിറ്റർ MC മാത്യു പാസ്റ്ററെ വളരെ ആദരവോടെ ഓർക്കുകയും എല്ലാ ബഹുമാനത്തോടുകൂടെയുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. സെഷൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യ ദേവദാസൻ കുഞ്ഞുവൻ പാസ്റ്റർ കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ദേവദാസൻ അറിയിക്കുന്നു. മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ജനറൽ തലത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ M സാം പാസ്റ്റർ വളരെ ആദരവോടെ ഓർക്കുകയും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുണ്ടകയ സെക്ഷൻ്റെ പ്രസ്പിറ്ററായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യ തമ്പി പാസ്റ്ററെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദേവദാസനും എല്ലാ ബഹുമാനത്തോടുകൂടെയുള്ള വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. ഈ മീറ്റിങ്ങിൻ്റെ കൊയർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവദാസൻ സുരേഷ് ബാബു പാസ്റ്ററെ ഞങ്ങൾ വളരെ അടുത്ത സ്നേഹിതനാണ്. പ്രിയപ്പെട്ട ദേവദാസനും ആ ടീം അംഗങ്ങളായ പ്രിയ സഹോദരങ്ങൾ വളരെ മനോഹരമായ ഗാനങ്ങൾ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ പര്യാപ്തമായ വിധത്തിൽ പാടുവാൻ അതിന് പ്രചോദനമായി തീർന്ന പ്രിയ സഹോദരങ്ങൾ കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. ഇതൊക്കെ ഉപരിയായി ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലീഡറായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദേവദാസൻ വിജോമോനെ ഓർക്കുന്നു. താൻ ഈ വർഷം ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലീഡറായി തിരുവല്ലയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ഒരു സുവിശേഷീകരണ മീറ്റിംഗ് ഇങ്ങനെ നടത്തുന്നുവെന്ന് കേട്ടപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു.
ഇത് മാത്രമല്ല ഒട്ടനവധി പ്രോഗ്രാമുകൾ അദ്ദേഹത്തിൻ്റെ മനോഹരത്തിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ആ താല്പര്യപൂർവ്വം ഇത് നടത്തിയത്, ഇത് ഒരു മുറ്റത്തെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറെ കൂടെ മെച്ചമായി തീർന്നു എന്ന് തന്നെയാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം ഓർക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിന് പ്രകൃതിയും കൂടെ സാക്ഷി നിൽക്കുകയാണെന്നേ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മഴയുടെ വലിയ പ്രയാസങ്ങളാണ് ഉണ്ടായത് അല്ലേ? എങ്ങനെ നടത്തുന്നൊക്കെ ഓർത്ത് ഞാൻ ഇന്നലെ രാത്രിയിൽ ഇവിടെയുള്ള ദൈവദാസന്മാരെ വിളിച്ചപ്പോൾ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ വാട്സപ്പിൽ ഇട്ടത് അതും ഞാൻ കണ്ടു. നമ്മുടെ ജോസച്ചാനും അതുപോലെ ഇവിടെയുള്ള സാവുച്ചാനും അതുപോലെ വിജോൺ പാസ്റ്ററും ഈ ഭവനാംഗങ്ങളെല്ലാം കൂടെ ചേർന്ന്, ഇവിടെ ഉള്ളവരൊക്കെ ചേർന്ന് ഇതിനുള്ള ഒരുക്കങ്ങൾ വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് ചെയ്യുന്നു. അത് ഓർക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ട ലീഡറിനും ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത പ്രിയപ്പെട്ട ഭവനത്തിനും കർത്താവിൻ്റെ നാമത്തിലുള്ള വളരെ ആദരവോടെയുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മുടെ ഈ പാട്ട് വളരെ മനോഹരമാക്കി തീർക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ജോബിയും ഇവിടെ വന്നു. ജോബി ഇവിടെ വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട ജോബി കടന്നു വന്നു. ഞങ്ങൾ വളരെ അടുത്ത സ്നേഹിതരും എൻ്റെ സഹോദര തുല്യമായി ഞാൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരനാണ് ജോബി. ജോബിയെ കാണുന്നതിൽ ഒരു അനുഗ്രഹീതനായ ഒരു സഹോദരനാണ്. ദൈവം തന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഗണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തനിക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വളരെ വിദൂരതയിൽ നിന്ന് ഏതാണ്ട് കണ്ണൂരിൽ നിന്ന് വരെ ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മുടെ ജെയ്സൺ പാസ്റ്റർ കടന്നു വന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇന്നലെ രാത്രിയിൽ ഹൈദരാബാദിൽ നിന്ന് മാത്യു പാസ്റ്റർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവിടെ നിന്നും ദൈവത്തെ സ്തുതിക്കുവാൻ ഇവിടെ ചില ക്രമീകരണങ്ങളോടുകൂടെ ഇവിടെ ചില ആവശ്യങ്ങളോടുകൂടെ വന്നതാണെങ്കിലും ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കും, അവരെ കൂടെ ഓർക്കണം എന്ന് പറഞ്ഞു. അവരെയും വളരെ ആദരവോടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ ബഹുമാനത്തോടെ കൂടെയുള്ള വന്ദനത്തെ കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകം ഇങ്ങനെയുള്ള മീറ്റിംഗ് ക്രമീകരിക്കുവാൻ വേണ്ടി ഈ മുറ്റം ഇങ്ങനെ ക്രമീകരിച്ച് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തന്ന ബഹുമാന്യ ദൈവദാസൻ പ്രസാദ് പാസ്റ്റർ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇരിക്കുന്നില്ല, അദ്ദേഹം നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാരണം അതിനുള്ള സാഹചര്യങ്ങളല്ല, അതുപോലെ തിരക്കിട്ട് ഓടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭൗതികമായ ജോലിയിലൊക്കെ വളരെ ത്യാഗം സഹിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിലും കർത്താവിൻ്റെ വേലയോടുള്ള നല്ല മനോഭാവം കാണിച്ച വലിയ മനസ്സിന് എല്ലാ ആദരവോടും കൂടെ കുടുംബത്തിനും ദൈവദാസനും വന്ദനത്തെ അറിയിക്കുകയാണ്. മറ്റ് കർത്തൃദാസന്മാരായി എന്നേക്കാൾ പ്രഗത്ഭരായ ശ്രേഷ്ഠന്മാരായ പ്രബുദ്ധരായ ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് യൂത്ത് മിനിസ്ട്രിയുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ദൈവദാസൻ രജനീഷ് പാസ്റ്റർ ഇവിടെ ഉണ്ട്. കർത്താവിൻ്റെ ദാസനെയും ഓർക്കുകയാണ്. മാത്രമല്ല, എന്നെ ഈ മീറ്റിങ്ങിൽ സുവിശേഷം പ്രസംഗിക്കുവാനായി പേര് ക്രമീകരിച്ചതായ സെക്ഷൻ ബോർഡിനോടും എല്ലാവിധ ആദരവോടും ബഹുമാനത്തോടും കൂടെയുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. എൻ്റെ പ്രിയ പിതാവും എന്നോട് കൂടെ ഉണ്ട്. എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് സഭാ വ്യത്യാസം കൂടാതെ, സെക്ഷൻ വ്യത്യാസം കൂടാതെ വണ്ണം ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവദാസന്മാർ, ദൈവ മക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ശബ്ദ ശ്രവണ യന്ത്രത്തിൽ കൂടെ നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ദേശവാസികളുണ്ട്. പ്രായമുള്ളവർ, ബഹുമാന്യ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വളരെ ആദരവോടെ വന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ വളരെ മനോഹരമായ വെളിച്ചവും നല്ല വാസുള്ള ശബ്ദവും ഒക്കെ തന്ന ഈ അനുഗ്രഹീത സൗണ്ട്, പ്രത്യേകിച്ച് അതിനും അവർക്കും വന്ദനത്തെ അവരെ ഓർക്കുകയും വന്ദനം പറയുകയും ചെയ്യുകയാണ്. ദൈവവചനത്തിൽ നിന്ന് ചില നിമിഷങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഒരു ദൈവവചന ഭാഗം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യഭാഗങ്ങൾ. 2 പത്രോസ് 3:9-10. സ്തോത്രം. താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ.
ക്രിസ്തലോ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായുടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ വചനം വളരെ താല്പര്യത്തോടും ധൈര്യത്തോടും പ്രസ്താവിക്കുവാൻ ഇളയവരെ കർത്താവ് ഈ ഭവനാങ്കണത്തിൽ കൂട്ടിവരുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ വചനം വചനമായി മാത്രമല്ല, ശക്തിയോടും ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മ നിറവോടും കടന്നു ചെല്ലുവാൻ, ഹൃദയങ്ങളെ ശോധന ചെയ്യുവാനും എൻ്റെ കർത്താവ് സഹായിക്കണമേ. അതിനായി എളിയവനെയും തൃക്കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. സർവമഹത്വവും എൻ്റെ കർത്താവിനായി അർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ സുവിശേഷ രംഗത്തിലേക്ക് പ്രാർത്ഥനയോടെ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രാർത്ഥിച്ച് സമർപ്പിക്കുകയും സുവിശേഷ വേലയിലും ദൈവവചനം പഠിപ്പിക്കുകയും അതുപോലെ കൺവെൻഷൻ സ്റ്റേജിലും ഒക്കെ അവസരം തന്ന ഒരാളുണ്ടായിരുന്നു. നമ്മെ നടത്തിയവരെ നാം ഓർക്കണം എന്ന് ദൈവവചനം പറയുന്നത് പോലെ ഇവിടെയും ഞാനത് ഓർക്കുകയാണ്. പരേതനായ ദൈവദാസൻ TC സാറായിരുന്നു. വളരെ ആളുകൾ അദ്ദേഹത്തിൻ്റെ ബാഗും പെട്ടിയൊക്കെ ചുമന്നുകൊണ്ട് അദ്ദേഹത്തിന് പിന്നാലെ നടന്ന അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൽ ഒട്ടനവധി നിർദ്ദേശങ്ങളും ആലോചനകളും എനിക്ക് ലഭിക്കപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. എന്നാൽ പിന്നീട് ഉള്ള കാലങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും ഈ കവലകളിലൊക്കെ ചെന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ട്. അതിപ്പോഴും ഉണ്ട്. സ്തോത്രം. അപ്പോൾ കവലകളിലൊക്കെ പോയി നിന്ന് സുവിശേഷം പ്രസംഗിക്കും. അത് ആൾക്കൂട്ടമോ വലിയ സഭയൊന്നും ചിലപ്പോൾ കൂടെ കാണത്തില്ലായിരിക്കും. ചിലപ്പോൾ ഒറ്റയ്ക്ക് മാത്രമേ കാണത്തുള്ളൂ. ചിലപ്പോൾ മറ്റാരെങ്കിലും ദൈവദാസന്മാരൊക്കെ ഉണ്ടായിരിക്കും. എങ്ങനെയായിരുന്നാലും സുവിശേഷം പോയി സംസാരിപ്പാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ മഴയുടെ വലിയ തീവ്രതയൊക്കെ ഉണ്ടെങ്കിലും ചിലരൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു മഴയൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞെങ്കിലും മഴയ്ക്ക് ഇടയിൽ കിട്ടിയ സമയത്തും ചിലയിടത്ത് ദൈവവചനം സംസാരിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ഈ മേഖലയിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ജോസഫാനോടൊക്കെ പറഞ്ഞു, നമുക്ക് ഇവിടെ നല്ല ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ ഈ കുമ്പനാട് ഭാഗങ്ങളിലൊക്കെ സുവിശേഷം ധാരാളം ഇവിടെ കേൾക്കുന്നതല്ലേ. അപ്പോൾ ഏതായിരുന്നാലും സുവിശേഷ ഘോഷണം നമുക്ക് നടത്തണം. ദൈവമക്കളായിരിക്കുന്ന നാം എല്ലാവരും അതിനോട് അണിചേരുകയും ഞാൻ നിങ്ങളുടെ പിന്നാലെ നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എനിക്ക് മുൻപായി അതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ കർത്താവിൽ പ്രസിദ്ധരായ ദൈവദാസന്മാർ, ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. അവരെല്ലാം ദൈവവചനം സംസാരിക്കും. ഇതിനു മുൻപും ചില സാഹചര്യങ്ങളിൽ ഇതിൻ്റെ പല സ്ഥലങ്ങളിൽ വന്ന് ടീമായിട്ട് ഞങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ ഈ തിരുവല്ല സെഷനിലുള്ള ദൈവദാസന്മാരെ അവസരം തന്നിട്ടുണ്ട്. ഞാൻ കർത്താവിനെ അതിനായി സ്തുതിക്കുകയാണ്. വേദവികാരമെന്ന് പറയപ്പെടുന്ന മഹാകവി KV സൈമൺ സാറിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗം ഇങ്ങനെയാ പറയുന്നത്: സപ്തവർണ്ണങ്ങളുടെ മിശ്രിതമാം സപ്തസപ്തിയിൻ കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജലമാം ചാപമായി തീരുമെങ്കിൽ ഉത്തമ നിൻ ദീപ്തിയാൽ എൻ്റെ ബുദ്ധി ശോഭിക്ക ഇല്ലയോ. സപ്തവർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ 7 വർണ്ണങ്ങളാണ്. അതുകൊണ്ട് സൂര്യന്റെ 7 വർണ്ണങ്ങൾ കൊണ്ട്, സൂര്യകിരണം കൊണ്ട് അനന്തവികായസിൽ കാർമേഘ പടലത്തിൽ ഒരു ചിത്രകാരനും വരച്ച് ഫലിപ്പിക്കുവാൻ കഴിയാത്ത തരത്തിൽ വർണ്ണശൗളമാർന്ന വിധത്തിൽ, നയനമനോഹരമായ വിധത്തിൽ വലിയ ഒരു മഴവില്ലിനെ വരച്ച് കാണിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ മാത്രം കഴിവാണ്. മറ്റൊരു ആൾക്കും അങ്ങനെയുള്ളൊരു കഴിവ് കിട്ടിയിട്ടില്ല. ചില പരിമിതങ്ങളായ സ്ഥലങ്ങളിൽ മാത്രമേ ചിത്രം വരയ്ക്കുവാൻ കഴിയുകയുള്ളൂ. ഞാനിത് പറയുമ്പോൾ ഞാനൊരു ചിത്രകാരൻ അല്ലെങ്കിൽ കൂടെ ഞാനിത് പറയുമ്പോൾ ഇവിടെയുള്ള പലരും, ജോസഫാനുണ്ട്, നമ്മുടെ പ്രസാദ് മാസ്റ്ററുണ്ട്, ഇങ്ങനെ ഒട്ടനവധി പേര് ഇത് മനോഹരമായി വർണ്ണമായി മോടി പിടിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് അവർക്കറിയാം. നമ്മുടെ കർത്താവ് അതിൽ രാജാതിരാജാവായ ദൈവമാണ്. അവൻ വരയ്ക്കുന്ന ചിത്രം പോലെ വരയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. തൻ്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച നിർമ്മിതി പോലെ ഉലക ചരിത്രത്തിൽ ഒരു ടെക്നോളജിയും ഇതുവരെ വളർന്നിട്ടില്ല, ഇനി വളരുകയുമില്ല എന്ന കാര്യം നാം ഓർക്കണം. അത്ര
അത്രമാത്രം മനോഹരമായതിനെ വളർത്തുവാൻ, അതിനെ രൂപം കൊള്ളിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ശലോമോനാണ് ഏറ്റവും വലിയ ജ്ഞാനിയും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജ്ഞാനി. ചരിത്രത്തിന്റെ ഏടുകളിൽ തന്നെ പറയുന്നു, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞര് എന്ന് പറയുന്ന ആ സോളമനെ പോലെ ജ്ഞാനി അവന് മുൻപുമില്ല, അവന് ശേഷം ഉണ്ടായിട്ടില്ലെന്നാ പറയുന്നത്. അങ്ങനെ ഒരുവനെ വാർത്തെടുത്ത ദൈവം പറയുന്നു, ഈ വയലിലെ താമരയ്ക്ക് തുല്യം അവന്റെ സൗന്ദര്യമോ അല്ലെങ്കിൽ അവന്റെ മോടിയുള്ള ജീവിതമോ അവന്റെ സമ്പത്തോ അവന്റെ ജ്ഞാനമോ ഒക്കുന്നില്ലെന്ന്. എങ്ങനെ ഇരിക്കുന്നു ദൈവത്തിന്റെ പദ്ധതി? എങ്ങനെ ഇരിക്കുന്നു ദൈവത്തിന്റെ പ്രവർത്തനം? എങ്ങനെയായിരിക്കുന്നത്? ഞാൻ പ്രാരംഭമായി പറഞ്ഞതുപോലെ നമ്മളിവിടെ വന്നിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം സ്തുതിയൊക്കെ പറയാം കേട്ടോ. പറഞ്ഞിട്ട് പറയാൻ ആരും തുനിയണ്ട. നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കുവാൻ ദൈവവചനം പറയുന്നത് കേട്ടോ. നമ്മൾ ആർത്തില്ലെങ്കിൽ ആർക്കുവാൻ ദൈവം ഇവിടെ പലതിനെയും ക്രമീകരിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ ജീവനുള്ളവരാ. യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് നമ്മുടെ കർത്താവെന്ന് ദൈവവചനം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാം അവന്റെ മക്കളാണ്, സിംഹക്കുട്ടികളാ. ഒന്നിനും വഴിമാറാത്തൊരു ജീവിയാ സിംഹം എന്ന് പറയുന്നത്. എന്ത് പ്രതികൂലം വന്നാലും, എന്ത് പ്രതിസന്ധികൾ വന്നാലും ഒന്നിനും മാറിക്കൊടുക്കുകയില്ല. അവൻ നേരെ എതിർപ്പെടാൻ ശക്തനാണ്. ആ ദൈവത്തിന്റെ മക്കള് അനങ്ങാതിരിക്കാൻ പാടില്ല കേട്ടോ. ദൈവത്തെ സ്തുതിക്കാനാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്തുതി സ്തോത്രമൊക്കെ പറഞ്ഞു കൊള്ളണം. ഈ 7 വർണ്ണങ്ങൾ കൊണ്ട് മനോഹരമായ ചിത്രം വരയ്ക്കുവാൻ, മഴവില്ലിനെ രൂപപ്പെടുത്തുവാൻ കഴിയുന്ന കർത്താവിന് നമ്മുടെ ബുദ്ധിയെ തുറക്കാൻ കഴിയുമെന്ന്, നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മളിവിടെ നടത്തുന്ന ഈ മീറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് ബോധമുണ്ട്. യുവജന ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് എന്ന് പറയുന്നതായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആത്മീയമായ പ്രവർത്തനത്തിന്റെ ലക്ഷ്യത്തോടുകൂടെ ദൈവദാസൻ ബിജോമോൻ പാസ്റ്റർ അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. സെക്ഷനും അതിനെല്ലാ പിന്തുണയും നൽകിയിരിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മളിവിടെ വന്നിരിക്കുന്നതും അങ്ങനെയുള്ള യുവജനങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ട് തന്നെയാണ്. യുവജനം എന്ന് പറയുന്ന, യൂത്ത് എന്ന് പറയുന്നത് തന്നെ സഭയുടെ നട്ടല്ല. നട്ടല് വളഞ്ഞാൽ ആകെപ്പാടെ വശപ്പശകായി മാറും അല്ലേ? അപ്പൊ അങ്ങനെ വളഞ്ഞിരിക്കാൻ പാടില്ല. തിരുനിവാസത്തെ മറയ്ക്കുന്ന പലകളും നിവരേ നിൽക്കണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്, വളഞ്ഞിരിക്കണമെന്നല്ല പറഞ്ഞേ. വളഞ്ഞിരുന്ന മരുഭൂമിയിൽ നിന്ന് മണൽക്കാറ്റടിച്ച് കയറുമെന്ന്. അകത്തൊരു ദീപമുണ്ട്, അത് അണഞ്ഞു പോകും. അതുകൊണ്ട് നിവരെ നിൽക്കുന്നവരായിരിക്കണം, നട്ടല്ലായിരിക്കണം. എത്ര യുവാക്കളും യുവതികളും ഇവിടെ വന്നിട്ടുണ്ടെന്നൊന്നും ഞാൻ എണ്ണമൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, അടുത്ത പ്രാവശ്യം ഇതിലധികമായി ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്മാറി പോകരുത് കേട്ടോ. അങ്ങനെ പോയ വലിയ പ്രശ്നമായി മാറും. പ്രാർത്ഥനയ്ക്ക് സമയം അന്വേഷിക്കേണ്ട വരും. അതുകൊണ്ട് അങ്ങനെ പോകരുത്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടോണം. അതിനാ കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതാ കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇവിടെ ദൈവവചന ഭാഗത്തിലേക്ക് കടന്നു വരാം. ഈ ദൈവവചന ഭാഗം അവിടെ പറഞ്ഞിരിക്കുന്നത്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകും. സ്തോത്രം. ഈ ദൈവവചന ഭാഗം, ഈ ലേഖന ഭാഗം എഴുതിയ ആളെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. പത്രോസിന്റെ ലേഖനമെന്നാണ്. ഈ ലേഖന ഭാഗം എഴുതിയ സന്ദർഭം, സാഹചര്യത്തെ കുറിച്ച്, അതിന്റെ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ, പത്രോസ് അപ്പോസ്തലന്റെ നിര്യാണ കാലത്തിന് തൊട്ട് മുൻപ് AD 67, 68 എന്നീ കാലഘട്ടത്തിനിടയിൽ
ദൈവാത്മാവിനാൽ രചിക്കപ്പെട്ടതായ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ഈ പത്രോസിന്റെ ലേഖനം എന്ന് പറയുന്നത്. 3 ഭാഗങ്ങളായി 3 അധ്യായങ്ങളാണുള്ളത്. ഈ 3 അധ്യായങ്ങളും ഓരോ പ്രത്യേക വിഷയത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കപ്പെടുന്നതാണ്. ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ഭാവത്തെ വളർത്തിയെടുക്കുവാൻ നമ്മെ ഉത്സാഹിപ്പിക്കുന്ന ഭാഗമായി ഒന്നാമത്തെ അധ്യായത്തെ കാണുവാൻ കഴിയുമ്പോൾ, രണ്ടാമത്തെ അധ്യായ ഭാഗം ദുരുപദേഷ്ടാക്കന്മാരുടെ കടന്നുകയറ്റവും അവർക്ക് വരുവാൻ പോകുന്ന ശിക്ഷാവിധിയെ കുറിച്ച് വിളിച്ചു പറയുന്നതും, മൂന്നാമത്തെ അധ്യായ ഭാഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ കുറിച്ചുള്ള ഉറപ്പ് നൽകുന്നതുമാണ് മൂന്നാമത്തെ അധ്യായ ഭാഗം എന്ന് പറയുന്നത്. പത്രോസിനെ കുറിച്ച് ദൈവവചനം പഠിച്ചിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന നമുക്കറിയാം ആരാണ്. എന്നാൽ നമ്മെ കേൾക്കുന്ന ഒട്ടനവധി ആളുകൾ ഇതിന്റെ പരിസരത്തായി ഉള്ളത് കൊണ്ടും ദൈവവചനത്തിൽ പ്രാവീണ്യം ലഭിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവർഗത്തിൽപ്പെട്ടവനും മത്സ്യബന്ധനത്തിന് പോകുന്ന ഈ പത്രോസ് പഠിപ്പില്ലാത്തവനും സാമാന്യനുമായ ഒരാളാണെന്ന് അന്നത്തെ അധികാരികളുടെ വാക്കിലും പത്രോസിന്റെ വാക്കുകളിലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പഠിപ്പും ജ്ഞാനവും ഒന്നുമില്ലായിരുന്നു. എന്നെ കുറിച്ച് പറഞ്ഞാലും അതുപോലെയാ. ഇവിടെ ഇരിക്കുന്ന മറ്റു പല ദൈവദാസന്മാരെ കുറിച്ച് പറഞ്ഞാലും അങ്ങനെയാ. അവരെക്കാളൊക്കെ ഒരു പക്ഷെ മോശം അല്ലെങ്കിൽ അറിവില്ലാത്ത ഒരാളായിരുന്നേക്കാം ഞാൻ. എന്നെ ഞാനാക്കി മാറ്റിയത് സുവിശേഷം. എന്റെ കഴിവൊന്നുമല്ല എന്ന് എനിക്ക് നല്ല ബോധം എനിക്കുണ്ട്. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോഴും സെഷൻ ബോർഡ് എന്റെ പേര് നിർദ്ദേശിച്ചപ്പോഴും എനിക്കതിന് യോഗ്യതയില്ലായിരുന്നു. എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായ കർത്താവിന്റെ വേലയിൽ ഒട്ടനവധി നാളുകൾ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പ്രവർത്തന പരിചയമുള്ള ദൈവദാസന്മാരുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കതിന് യോഗ്യതയില്ല എന്ന് എനിക്കറിയാം. ഈ പത്രോസും അതുപോലെയായിരുന്നു. എന്നാൽ പത്രോസിനെ ശക്തീകരിച്ച ഒരു ശക്തി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും അങ്ങനെ അറിയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ ശക്തി പ്രാപിച്ചിരുന്നു, ബലം പ്രാപിച്ചിരുന്നു. അതുകൊണ്ട് അവൻ സംസാരിക്കുന്ന വാക്കുകൾക്ക് അതുപോലെയുള്ള ശക്തി ഉണ്ടായിരുന്നു. അധികാരികൾ പോലും പറഞ്ഞു, ഇവർ പഠിപ്പില്ലാത്തവരും ഇവർ സാമാന്യന്മാരുമാണ്, ഇവരുടെ ജ്ഞാനവും ഇവരുടെ ധൈര്യവും ഒക്കെ കേട്ടിട്ട് അവര് ആശ്ചര്യപ്പെട്ടു എന്ന് പറയുന്നത് അത്രമാത്രം ശ്രേഷ്ഠമായ കാര്യം. ഇനി കുറച്ചും കൂടെ അതിനെ വിശദീകരിച്ച് പറഞ്ഞാൽ, ഈ ലേഖന ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. കർത്താവിന്റെ വരവിനെ കുറിച്ച് ഇന്ന് രാത്രിയിൽ പറയുമ്പോൾ അതിനോടനുബന്ധമായി നടക്കപ്പെടുന്ന 3 സംഭവങ്ങളുണ്ട്. 3 സംഭവങ്ങൾ കർത്താവിന്റെ വരവുമായുള്ള ബന്ധത്തിൽ 3 അതിപ്രധാനമായ കാര്യങ്ങളാണ് പത്രോസ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നത്. 1, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്നുള്ളത്. 2, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുമെന്നുള്ളതാണ്. 3, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. സ്തോത്രം. ഈ പത്രോസ് ഈ വചനഭാഗം പറയുമ്പോൾ ശാസ്ത്രം ഇത്രയധികം AD 67, 68 കാലഘട്ടങ്ങളിൽ പുരോഗതി പ്രാപിച്ചിരുന്നില്ല. പത്രോസ് ഏതെങ്കിലും സർവകലാശാലയിൽ പോയി ഗവേഷണം പഠിച്ച ഒരാളല്ല. എന്നാൽ താൻ ഇത് വിളിച്ചു പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ നൂതനങ്ങളായ ഒട്ടനവധി ടെക്നോളജികൾ വളർന്നു വന്നതായ ഈ കാലം ഈ വചനഭാഗം
ചിന്തിച്ചാൽ ശാസ്ത്രത്തിന്റെ കണ്ണുകൾക്ക് ഇന്നും എത്തി നോക്കുവാൻ കഴിയാത്ത വൻ കാര്യങ്ങളാ പത്രോസ് അന്ന് വിളിച്ചു പറഞ്ഞത്. സ്തോത്രം. ഈ ജ്ഞാനം എവിടെ നിന്ന് വന്നതാണ്? ഈ ജ്ഞാനം എങ്ങനെയാണ് ഉണ്ടായത്? എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളായ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളുടെ ബുദ്ധിയെ തുറക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാനും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനും തുനിയണം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന ദൈവവചനം പറയുന്നത്. അതിനെ തിരസ്കരിക്കുന്നതല്ല, ഭോഷന്മാരോ അതിനെ നിരസിക്കുകയാണെന്ന്. ഇന്ന് രാത്രി നീ ദൈവനാമത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പള്ളിയിൽ പോകേണ്ട സമയം പള്ളിയിൽ പോകാതെ നീ ഏതെങ്കിലും സിനിമാശാലയിൽ പോയാൽ, നീ ഫുട്ബോളിന്റെ മത്സരമുണ്ടെന്ന് പറഞ്ഞ് നീ അവിടെ ഞായറാഴ്ച ആരാധന കളഞ്ഞിട്ട് നീ അവിടെ പോയാൽ, ഇന്ന് രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് ആരാധ്യനായ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ശക്തിയും എന്റെ ബുദ്ധിയും നീ എനിക്ക് തന്നതൊക്കെ ദൈവത്തെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ നിനക്ക് കഴിയാതെ കൂട്ടുകാരുടെ ഒപ്പം ക്ലബിൽ പോയിരുന്നാൽ നിന്റെ ബുദ്ധിയും പോകും, നിന്റെ ജ്ഞാനവും പോകും, നിന്റെ കഴിവും പോകും, നിന്റെ വിവേകം നഷ്ടപ്പെടും. ദൈവവചനം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. സഹോദര, നിന്റെ ജീവിതം ഒരു മൃഗത്തിന് തുല്യമായി തീരുവാനാണോ കർത്താവ് നിന്നെ വിളിച്ചത്? നിന്റെ മാതാപിതാക്കളെ വിളിച്ചത്? കഷ്ടതയിൽ കൂടെ, കണ്ണുനീരിൽ കൂടെ, പട്ടിണി കിടന്ന് പണ്ട് പാടുമായിരുന്നല്ലോ, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കർത്താവിനെ ആരാധിക്കുമെന്ന്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും എന്ന് പാടി ആരാധിച്ചത് ഇന്ന് ആ പാട്ടില്ല കേട്ടോ. പട്ടിണി വല്ലതും ഉണ്ടോ? പലരും കളിയാക്കി പറയുമായിരുന്നു, ചക്കയുള്ള വീട്ടിൽ യോഗം കൂടണമെന്ന്. ഇന്ന് അങ്ങനാണോ? ഈ കൂടുന്ന യോഗത്തിനകത്ത് വന്നു ചേരാൻ ഈ പാടിയവർ ഇന്ന് കരുതുന്ന സാഹചര്യമാണ്. കർത്താവ് സ്ഥിതിക്ക് മാറ്റം വരുത്തിയെന്ന് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ദൈവത്തിന്റെ വചനം ചുമന്നതാ. ഈ വചനം ചുമന്ന് തന്റെ ഭക്തന്മാരെ അവൻ ആദരിക്കാതെ പോകില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. കർത്താവിനെ മാനിക്കുന്ന തന്റെ മക്കളെ, ആ കുടുംബത്തെ മാനിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. യൗവനക്കാരി, നിന്റെ ദൈവിക ദൈവം നിനക്ക് കാണിച്ചു തന്ന മാതൃക വിട്ടിട്ട് ആരാധനകളെ അലക്ഷ്യമായി വിചാരിച്ചുകൊണ്ട് നീ കടന്നു പോകരുത്. നിനക്ക് നാശം വന്ന് ഭവിക്കും. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഉള്ള കാലം ഇതാണെന്ന് ഓർത്തുകൊള്ളണം. കൊക്കും ഇവർ പക്ഷിയും കാള തന്റെ ഉടയവനെയും കരുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു. എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. ഹല്ലേലൂയ. രാത്രി ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. നീ നിന്റെ പാപ സ്വഭാവം വിട്ടുകൊണ്ട്, നിന്റെ വെറിക്കുത്തി വിട്ടുകൊണ്ട്, നിന്റെ സ്വഭാവങ്ങളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് എന്റെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നീ കടന്നു വരണം. യേശു നിന്നെ വിളിക്കുകയാണ്. അറിവില്ലാത്തവനെ അറിവുള്ളവനാക്കി മാറ്റുവാൻ എന്റെ കർത്താവിന് കഴിയും. നടന്നു പോകുന്ന പല വഴികളും, നീ പോകുന്ന പല മാർഗങ്ങളും കൊട്ടി അടച്ചിരിക്കുകയല്ലേ? എന്താണെന്ന് നീ പരിശോധിച്ചിട്ടുണ്ടോ? എന്താ അങ്ങനെ സംഭവിച്ചതെന്ന്? പലയിടത്തും പോയി വിട്ടുന്നു. ഒരു നല്ല ഭാവി ഉണ്ടാകണം. പണത്തിന് കുറവൊന്നുമല്ല കേട്ടോ. എന്തോ കുഴപ്പമുണ്ടെന്നാ പറയുന്നത്. കുഴപ്പം മറ്റൊന്നുമല്ല, നീ കർത്താവിന്റെ പാദപീഠത്തിങ്കൽ കടന്നു വാ. ദൈവ പാദപീഠത്തിങ്കൽ നീ മുട്ടുമടക്ക്. മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. വളരെ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നീ നല്ലതായി തീരണമെന്ന്, നീ മടങ്ങി വരണമെന്ന്. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. രാത്രി ഈ മീറ്റിംഗ് നടത്തുന്നത് യാദൃശ്യമല്ലെന്ന് ഇവിടെ ലീഡ് ചെയ്ത ദൈവദാസന്മാര് ഓരോരുത്തരും പറഞ്ഞു. അല്ല,
യാദൃശ്യമൊന്നുമല്ല, ദൈവത്തിന്റെ നിർണയപ്രകാരമാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് വെറുതെയല്ല. പത്രോസിന് വലിയ ജ്ഞാനമോ വിവേകമോ ഒന്നുമില്ലായിരുന്നെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മപൂർണനായി ദൈവം കൊടുത്തതായ ദർശനമനുസരിച്ച് താൻ വിളിച്ചു പറഞ്ഞ ശ്രേഷ്ഠകരമായ ഒരു ശാസ്ത്ര സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഈ ആകാശം ഒഴിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ മറ്റ് ദൈവവചന ഭാഗങ്ങൾ യേശു കർത്താവ് പറഞ്ഞതും മറ്റ് പ്രവചന ഗ്രന്ഥത്തിലുള്ളതും ദൈവവചനമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ വെറും ആകാശം മാത്രമല്ലെന്നേ പോകുന്നേ. വെറുതെ ആകാശം മാത്രം അങ്ങ് പോവല്ല. സ്തോത്രം. ഈ ആകാശത്തിന് ഭൂമിയുമായി വലിയൊരു സ്വാധീനതയുണ്ട്, ഒരു വലിയ ബന്ധമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാമോ? യോബിന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 31, 32, 33 വാക്യഭാഗങ്ങൾ വായിക്കപ്പെടുമ്പോൾ മതി. കാർത്തികയുടെ ചെങ്ങലയെ നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങളെ നിനക്കഴിക്കാമോ? രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെയും മക്കളെയും നടത്താമോ? ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിനക്ക് നിർണയിക്കാമോ? ദൈവം ഭക്തനോട് ചോദിച്ച ചില ചോദ്യങ്ങളാണ്. ഇന്നത്തെ ജ്യോതിശാസ്ത്രമൊക്കെ പഠിക്കുന്നവർക്ക് അറിയാം ഇതിന് വലിയ സംഭവമാണ് അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞ കാര്യമല്ല, ആണെന്ന്. കാർത്തിക എന്ന് പറഞ്ഞാൽ 3ാമത്തെ നക്ഷത്രമാണ്. കാർത്തികയുടെ ചെങ്ങലയെ നിനക്ക് ബന്ധിക്കാമോ എന്ന്. അതിനെ ഒന്ന് ബന്ധിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ടെക്നോളജി വളർന്നല്ലോ, വലിയ ജ്ഞാനത്തിലേക്ക് പുരോഗതി പ്രാപിച്ചല്ലോ, വലിയ ശാസ്ത്ര പുരോഗതി പ്രാപിച്ചെങ്കിലും മനുഷ്യന്റെ ജീവിതത്തിന് ഇന്നും ഒരു പുരോഗതി വന്നിട്ടില്ലെന്ന്. സ്തോത്രം. അതുകൊണ്ടല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, മാതാപിതാക്കളെ ഊട്ടി വളർത്തിയ അവരുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി ത്യാഗം സഹിച്ച് വിയർത്തധ്വാനിച്ച് പണം സമ്പാദിച്ച് മനോഹര സൗധങ്ങൾ പടുത്തുയർത്തി ഉന്നത വിദ്യാഭ്യാസത്തിന് വിട്ടു. വലിയ പ്രതീക്ഷകളായിരുന്നു. എന്നാൽ ആ മാതാപിതാക്കളെ കത്തിക്കിരയാക്കി തീർക്കുന്ന മക്കൾ. പുരോഗതിയാണോ ശാസ്ത്രത്തിന്റെ? പഠനത്തിന്റെ കുറവാണോ? അമ്മമാര് ശൈശവത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലേണ്ടതിന് വേണ്ടി വലിച്ചെറിയുന്ന കാലഘട്ടം. ഏറ്റവും വലിയ സ്നേഹം മാനുഷികമായ നിലയിൽ നോക്കിയാൽ അമ്മ മക്കളോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, പെറ്റൻ തള്ള നിന്നെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയാണ്. ഒരു സ്ത്രീ തന്റെ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയാണ്. അത്ര വലിയ സ്നേഹമാണ് അമ്മയുടെ സ്നേഹം. ഇന്നത്തെ കാലഘട്ടം പരിശോധിച്ച് നോക്ക്. യുവതികൾ കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊന്നുകളയുന്ന അന്യതം. കൊച്ചു കുഞ്ഞുങ്ങളുടെ മനോനില എന്താണെന്ന് പോലും നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. അവരെ കൊന്നുകളയുന്ന മൃഗങ്ങളായ മനുഷ്യർ ഇന്ന് പെരുകിയിരിക്കുന്നു. ശാസ്ത്രത്തിന്റെ പുരോഗതിയാണോ? അറിവ് വളരെ വർദ്ധിക്കുന്ന ഉപരിപഠനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. എന്തേ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നു? മൃഗീകമായ സ്വഭാവങ്ങൾ
അവരിൽ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. യുവതി യുവാക്കൾ മാരക ലഹരികൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ യുവതി യുവാക്കളായ സഹോദരങ്ങൾ സമയം രാത്രിയിൽ പലയിടങ്ങളിലും പോയി തങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ക്ലബിലും അതുപോലെയുള്ള കൂട്ടുകാരും ഒത്ത് പോകുന്നെങ്കിൽ വളരെ അവർക്ക് വേണ്ടി കരയണം കേട്ടോ. ഒരു സഹോദരൻ, എൻ്റെ ഓർമ്മയിൽ ഒട്ടനവധി ആളുകളുണ്ട്. ഒരു സഹോദരൻ രാത്രികാലങ്ങളിലെല്ലാം തനിക്ക് തൻ്റെ ബൈക്കുമായിട്ട് അങ്ങ് കറക്കമാണ്. 1 മണിക്ക്, 2 മണിക്ക്, 3 മണിക്ക്. അവൻ നല്ല ഭാഷാ പാണ്ഡിത്യമുണ്ട്, വലിയ ജ്ഞാനമുണ്ട്. ഏതാണ്ട് 4-5 ഭാഷയിൽ കൂടുതൽ അവൻ അനായാസം സംസാരിക്കുവാനും അത് എഴുതുവാനും ഒക്കെ അറിയാവുന്നവൻ, അത്ര പഠനമുള്ളവനാണ്. ഒരു പ്രഭാതത്തിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. അതിനടുത്തുള്ള ഒരു അമ്മാമ്മയെ വിളിച്ചതാണ്. നമ്മുടെ സഭയിൽപ്പെട്ട ഒരു അമ്മാമ്മയാണ്. അതിനടുത്താണ് അവർ താമസിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഭവനമാണ്. എന്നോട് പറഞ്ഞു, ഇതുപോലെ അവിടുത്തെ ആ സഹോദരൻ അവർ രാവിലെ ചെന്ന് ഒരു സമയം കഴിഞ്ഞിട്ടും കതവ് തുറക്കാതെ ഇരുന്നപ്പോൾ ജനലിൻ്റെ ചില്ല് അടിച്ച് തുറന്നു നോക്കുമ്പോൾ അവൻ ഒരു തുണിയിൽ കെട്ടി ഞാന്ന് കിടക്കും. യോഗ്യനായൊരു ചെറുപ്പക്കാരൻ. അവനെക്കുറിച്ച് പിന്നീടാണ് അന്വേഷിക്കുമ്പോൾ അവർക്ക് അല്പമൊക്കെ അറിയാമായിരുന്നെന്നാണ് പറയുന്നത്. മാരകമായ ലഹരിയുടെ ബിസിനസ്സുകാരനായിരുന്നു എന്ന്. ആ കുടുംബമൊക്കെ ക്രിസ്തീയ മാർഗത്തിൽ പോകുന്നവരായിരുന്നു കേട്ടോ. ഞാനിത് പറഞ്ഞത്, യൗവനക്കാരി, നിനക്കിഷ്ടമുള്ള വഴിയിൽ നീ ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ അവയൊക്കെ ഈ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്ന് നീ അറിഞ്ഞുകൊള്ളണം. ദൈവത്തിന്റെ വചനം നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു. അവന്റെ ഉപദേശങ്ങളെ നീ കേട്ടില്ല, അവന്റെ ആലോചനയ്ക്ക് നീ ചെവി കൊടുത്തില്ല, അവന്റെ വാക്കുകളെ നീ തിരസ്കരിച്ചു. സദൃശ്യവാക്യം പറയുന്നു, നിനക്ക് ഭയപ്പെടുന്നത് കൊടുങ്കാറ്റ് പോലെയും നിന്റെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിനക്ക് വരുമ്പോൾ തന്നെ നീ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. ഓ ഹല്ലേലൂയ! ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാദിവസം. നിന്റെ വഴി എങ്ങനെയുള്ളതാണെന്ന് തിരിച്ചറിയുവാൻ വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനമാണ്. വിവേകം വരുന്ന ദൈവത്തിൽ നിന്നാണ്. നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ നിനക്ക് നിന്റെ വഴി തിരിച്ചറിയുവാൻ കഴിയും. പാപകരമായ ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട് പാപ വഴിയെ നീ ജീവിച്ചു മുൻപോട്ട് പോകുകയാണെങ്കിൽ അധിക താമസമില്ല, വലിയ ന്യായവലി നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയാണ്. പ്രാർത്ഥിച്ചിട്ട് പരിഹാരം ഉണ്ടാകത്തില്ല കേട്ടോ. ദിവസം ദൈവോധന പറയുന്നു, ക്ഷമിക്കുന്ന പാവവും ക്ഷമിക്കപ്പെടാത്ത പാവവും ഉണ്ട് താനും. ക്ഷമിക്കപ്പെടാത്ത പാപത്തെ കുറിച്ച് ദൈവത്തോട് അപേക്ഷിക്കേണ്ടതില്ല എന്ന് ദൈവവചനം പറയുന്ന കാര്യം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവവചന ഭാഗത്തിലേക്ക് മടങ്ങി വരാം. കാർത്തിക എന്ന് പറയുന്നത് മൂന്നാമത്തെ നക്ഷത്രമാണ്. മകൈരം എന്ന് പറയുന്നത് 5ാമത്തെ നക്ഷത്രമാണ്. സപ്തർഷി എന്ന് പറയുന്നത് ഉത്തരധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന 7 നക്ഷത്രങ്ങളാണ്. മരീചി, അത്തുരി, അങ്കുരസ്, പുലകൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ എന്നിങ്ങനെയുള്ള നക്ഷത്രങ്ങൾ. നമുക്കറിയാം, രാശിചക്രം എന്ന് പറയുന്ന ജ്യോതിശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരാൾക്കറിയാം, മേടം മുതൽ തുടങ്ങുന്ന 12 നക്ഷത്രങ്ങളും സൂര്യനെ വലയം ചെയ്യുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സഞ്ചരിക്കുന്ന സഞ്ചാരപഥത്തെയാണ് രാശിചക്രം എന്ന് പറയുന്നത്. ഇതിനെ നിനക്ക് ഒന്ന് നടത്താൻ കഴിയുമോ എന്ന് ശാസ്ത്രത്തോട് ചോദിക്കുന്ന കാര്യമാണ്. ശാസ്ത്രത്തിന് അതിന് കഴിയുകയില്ല. ശാസ്ത്രത്തിന് അത് സാധ്യമല്ലെന്നേ. ഈ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ മറ്റൊരു ഭാഗം നാം ചിന്തിക്കണം. കർത്താവിന്റെ വരവെങ്കിൽ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും എന്ന് പറയുന്ന സമയത്ത്
ഇതിനെല്ലാം ചലനം സംഭവിക്കും. ഇതെല്ലാം തകർന്നു പോകും. അതിൻ്റെ നിലനിൽപ്പിൽ നിന്ന് അത് തെറ്റിയൊഴിയുവാനിടയാകും, ഓടിപ്പോകും, മറഞ്ഞു പോകും. അതുകൊണ്ട് സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അന്നാളിൽ ജ്യോതിർഗോളങ്ങളെല്ലാം മറഞ്ഞു പോകും. എന്താണ് ജ്യോതിർഗോളങ്ങൾ? 27 മുതലായ 27 നക്ഷത്രങ്ങളുടെ സമൂഹത്തെയാണ് Praise the Lord. Hallelujah. Glory to God, glory to God, glory to God. Praise the Lord. Hallelujah. ചാടേ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേട്ടിടുമ്പോൾ, ചാടേ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേട്ടിടുമ്പോൾ, Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Glory. Alam asannamai. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Asannamai priyare. Vishuddhiyode madi. Praise the Lord. സമയത്തിൻ്റെ വരുന്നതിലൂടെ വളരെ വേഗം ചില കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജ്യോതിർഗോളങ്ങളെല്ലാം മറഞ്ഞു പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. യേശു കർത്താവ് തന്നെ തൻ്റെ വരവിനെ കുറിച്ച് അടയാളം ചോദിച്ച ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമായ വാക്കുകളായിരുന്നു. കർത്താവിന്റെ വരവെങ്കിൽ ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും എന്ന് പറഞ്ഞിരിക്കുന്നു. സൂര്യൻ ഇരുണ്ടുപോകും, കരിമ്പടം പോലെ കറക്കും. ചന്ദ്രൻ പ്രകാശം തരാതെയിരിക്കും. ആകാശത്തിലും നക്ഷത്രങ്ങൾ വീഴും. ഇതൊക്കെ സംഭവിക്കുമെന്ന് കർത്താവിന്റെ വരവിന്റെ കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തതയോടെ പറയുന്ന കാര്യമാണ്. ശാസ്ത്രം ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ. ശാസ്ത്രത്തിന് ഇത് പറയുവാൻ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രം സൂര്യനെ കുറിച്ചൊക്കെ വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. താരസമൂഹത്തിൽ ഭൂമിയുമായി അടുത്തു നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ചെറിയ നക്ഷത്രം. നക്ഷത്ര ഗണത്തിലെ ചെറുതെന്നാണ് പറയുന്നത്. ഭൂമിയേക്കാൾ 10 ലക്ഷം മടങ്ങ് വലുത്, ഭൂമിയോട് അടുത്ത് നിൽക്കുന്നത്. അതിന്റെ ചൂട് ഇന്ന് വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. 2035 ആകുമ്പോഴേക്കും വലിയ ആഗോളതാപനം സംഭവിക്കും, പ്രകൃതിക്ക് വലിയ മാറ്റം ഉണ്ടാകും എന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട്. അടുത്ത് നിൽക്കുന്നെന്ന് പറയുമ്പോൾ അങ്ങ് അത്ര അടുത്തൊന്നുമല്ല കേട്ടോ. 14,95,97,890 കിലോമീറ്റർ ദൂരമാണ്. ഭൂമിയിൽ നിന്ന് മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ജെറ്റ് പോയാൽ സൂര്യനിൽ എത്തിച്ചേരണമെങ്കിൽ 17 വർഷം വേണ്ടി വരും. സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തിനാണല്ലോ ഏറ്റവും വലിയ വേഗത എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്തിച്ചേരുവാൻ 8 മിനിറ്റും 20 സെക്കൻഡും ആവശ്യമാണെന്ന്. ഒരു സെക്കൻഡിൽ പ്രകാശം 1,86,000 മൈൽ ദൂരം സഞ്ചരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഒരു നിമ വെട്ടുന്ന സമയം കൊണ്ട്. ഇത്രയൊക്കെ ശാസ്ത്രം ഇതിനെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുമ്പോൾ
ഇതിനെല്ലാം ഇളക്കം സംഭവിച്ചുകൊണ്ട് ഇതാ ഒരുവൻ വരുന്നു. Praise the Lord. Hallelujah. നീ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കിക്കൊള്ളണം, നിന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇതാ ഒരുവൻ വരുന്നുണ്ട്. Glory. Hallelujah. ഇന്ന് രാത്രിയിൽ നീ അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഒരവസരം എന്റെ കർത്താവ് നിനക്ക് ഇന്ന് രാത്രിയിൽ ഇതാ ഈ ഭവനാങ്കണത്തിൽ ഒരുക്കി തന്നിരിക്കുകയാണ്. അതിനായി ഇത്രയധികം ദൈവകുഞ്ഞുങ്ങൾ, ദൈവമക്കൾ, മാതാപിതാക്കൾ, ദൈവത്തെ ആരാധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഇവിടെ വന്നിരിക്കുന്നത്. ദൈവദാസന്മാർ സമയമില്ലാത്ത, വേറെ സമയമൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, വേറെ പണിയില്ലാത്തത് കൊണ്ടല്ല ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി വീണ്ടെടുപ്പുകാരനായ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ ചെറിയവരിൽ ഒരുവൻ നശിച്ചു പോകുന്നത് സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടമല്ല. ഓ ഹല്ലേലൂയ. കർത്താവിന്റെ ദീർഘക്ഷമ, കർത്താവിന്റെ ദയ, നീ മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്റെ കർത്താവ് ഇതൊക്കെ നിനക്ക് നിന്റെ കാതുകൾക്ക് കേൾക്കുവാൻ പാപത്തിന് തന്നിരിക്കുക. നീ വിചാരിച്ചേക്കാം ഇതൊന്നും എന്നോട് പറയുന്ന കാര്യം, ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നല്ലേ. ദൈവവചനം റോമാലേഖനത്തിൽ ഇതോ പറയുന്നറിയോ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യന്റെ അനീതിക്കും അഭക്തിക്കുമെതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അവർക്ക് പ്രതിവാദമില്ലാത്ത വിധത്തിൽ ദൈവം അവനെ വെളിപ്പെടുത്തിയിരിക്കുക. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നതാണ്. നീ അറിഞ്ഞില്ലെന്ന് പറയാൻ ഒഴിഞ്ഞു പറയാൻ നോക്കണ്ട കേട്ടോ. ജീവിതത്തെ മാറ്റിമറിക്കാൻ കർത്താവിനറിയാം. ഒരു കവി പാടിയതുപോലെ, രാവിപ്പോൾ ക്ഷണമം കൊടുങ്ങിടും, ഉഷസിംഗം പ്രകാശിച്ചിടും, ദേവൻ സൂര്യൻ ഉദിച്ചിടും, അപ്പോൾ ഈ കമലവും താനെ വിടർന്നിടും. അളി മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിൻ മനമാര് കണ്ടു, പിഴുതോൻ തിന്തീന്തുന്നോർ പപ്പനി എന്ന് പറഞ്ഞാൽ, ഒരു താമരപ്പൂവിന്റെ ഉള്ളിൽ തേൻ നുകർന്നുകൊണ്ട് ഇരുന്ന ഒരു വണ്ട്. നേരം പോയത് അറിഞ്ഞില്ല. നേരം സന്ധ്യയായി, സൂര്യൻ അസ്തമിച്ചു, താമരപ്പൂവിന്റെ ഇതളുകൾ വന്നുകൂടി. ഇതിനകത്തുനിന്ന് പുറത്തു പോകാൻ കഴിഞ്ഞില്ല. അതിനകത്തിരുന്ന താമരപ്പൂവിന്റെ ഉള്ളിലിരുന്ന വണ്ടെന്ത് ചിന്തിച്ചെന്ന് അറിയാമോ? അത് പാടിയത് അതിന്റെ മനസ്സിൽ ചിന്തിച്ചതാ, രാവിപ്പോൾ ക്ഷണം കൊടുങ്ങും, ഉഷസിംഗം പ്രകാശിക്കും, ദേവൻ സൂര്യൻ ഉദിച്ചു വരും എന്ന് പറഞ്ഞാൽ രാത്രി പെട്ടെന്ന് പോകുമെന്ന്. നേരം വെളുക്കും, സൂര്യൻ ഉദിച്ചു വരും, നേരം വെളുക്കും, അപ്പോൾ ഈ കമലവും താനെ വിടരും, താമരപ്പൂ വിടർന്നു വരും, പറന്നു പോകാമെന്ന കരുതിയെ. അന്ന് രാത്രിയിൽ തടാകത്തിൽ വെള്ളം കുടിക്കാൻ വന്ന ആന ഈ താമരപ്പൂവിന്റെ വള്ളിയെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് കാലിലാലും അടിച്ചു. ആ രാത്രിയിൽ തന്നെ പൊട്ടിത്തെറിച്ച് അതില്ലാതെയായി. ദൈവത്തിൻ മനമാര് കണ്ടു എന്ന് ആ കവി പറയുന്നത്. ദൈവത്തിന്റെ മനസ്സാര് കണ്ടു? നീ ശോഭനമായ ഭാവിക്ക് വേണ്ടി നിന്റെ പണം, നിന്റെ പ്രതാപം, നിന്റെ ധാർഷ്ട്യം, നിന്റെ സമ്പത്തിന്റെ വലിപ്പം, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ കഴിവുകളൊക്കെ തെളിയിക്കുവാൻ, നിന്റെ സമുദായത്തിന്റെ ബലം കാണിക്കുവാൻ, കുടുംബത്തിന്റെ മഹിമ കാണിക്കാനൊക്കെ ഈ ഭൂമിയിൽ നീ തെളിഞ്ഞുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ മനസ്സ് നിനക്കറിയാമോ? നേരം കൊണ്ട് നീ ഇല്ലാതെയായി തീരും. ഇന്ന് രാത്രിയിൽ മടങ്ങി വരുവാൻ ദൈവാലോചന പറയുകയാണ്. ഇന്ന് രാത്രി നിനക്കൊരു മടങ്ങി വരവുണ്ടാകുമോ? അവനെയാണ് കർത്താവ് നിന്നെ വിളിക്കുന്നത്. നീ മടങ്ങി വരുവാൻ പറയുക. നിന്റെ പാപത്തെ വിട്ടുകൊണ്ട്, നിന്റെ പണമുണ്ടെന്നോ, പ്രതാപമുണ്ടെന്നോ, ശ്രേഷ്ഠതയുണ്ടെന്നോ രാഷ്ട്രീയം പറയുന്ന നിന്റെ സ്വഭാവം, മറുത്തു മത്സരിക്കുന്ന നിന്റെ സ്വഭാവം വിട്ടുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വാ. ഇന്ന് രാത്രി ദൈവം നിന്നെ വിളിക്കുകയാണ്. എന്റെ കർത്താവിന്റെ വരവെങ്കിൽ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയടിയും. 118 മൂലകങ്ങൾ ശാസ്ത്രം ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കത്തി എറിയുമെന്ന് പറയുകയാ.
ഭൂമി ചൂള പോലെ കത്തുന്ന ദിവസം വരുമെന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞതോ ഓർക്കുന്നുണ്ടോ? എങ്ങനെ കത്തുമെന്നായിരിക്കും കരുതുന്നല്ലേ? ശാസ്ത്രം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ കേൾക്കുന്നവരുണ്ട്. നിങ്ങൾക്കറിയാം, സൂര്യനിൽ 6000 ഡിഗ്രി മുതൽ 7000 ഡിഗ്രി വരെ ചൂടാണെങ്കിൽ നാം പാർക്കുന്ന ഭൂമിയുടെ അന്തർഭാഗം, അതിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് 4500 മുതൽ 5000 6000 ഡിഗ്രി വരെ ചൂടിൽ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലുള്ള മർദ്ദത്തെക്കാൾ 10 ലക്ഷം മടങ്ങ് മർദ്ദം അവിടെ ഉണ്ടെന്നാണ്. ചില ലോലമായ ഇടങ്ങളിൽ കൂടെ പൊട്ടിത്തെറിച്ച് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ അഗ്നിപർവ്വതം പൊട്ടി എന്ന് വാർത്താമാധ്യമങ്ങൾ വിളിച്ചു പറയും. അടുക്കൽ പോലും ചെല്ലുവാൻ കഴിയാതെ, നമുക്കറിയാം, വെള്ളം കൊണ്ട് അതിനെ അണയ്ക്കാൻ നോക്കിയാലോ സമുദ്രത്തിന്റെ ഉള്ളിലായി ഇത് പൊട്ടിയിട്ടുള്ളത് അല്ലേ? സമുദ്രത്തിന്റെ ഉള്ളിൽ അത് പൊട്ടിയിട്ടുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം അതിനേക്കാൾ, ഈ വെള്ളത്തെക്കാൾ ഒക്കെ അധികം ഭയങ്കരമായ തീവ്രമായ അഗ്നി പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുക ഈ ഭൂമി. മുകൾ പരപ്പിൽ കാണുന്ന അല്പം മണ്ണിന്റെ മേളിൽ നിന്നുകൊണ്ട് എനിക്കെല്ലാം കഴിയുമെന്ന് നീ പറയുന്നെങ്കിൽ, യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളെ എന്നുള്ളത് നിങ്ങൾക്കുള്ളതാണോ? മാത്രമല്ല, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അതിപ്പോൾ കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്ന ആവിക്ക് സമമല്ലയോ? പിന്നെ എങ്ങനെ പറയണം? ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇങ്ങനെ ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്? പറഞ്ഞാട്ടിന് രാത്രി കർത്താവേ, നീ എന്നെ നടത്തുന്നെങ്കിൽ, നീ എന്നെ ശക്തീകരിക്കുന്നെങ്കിൽ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇതെല്ലാം ചെയ്യും. ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യും. ഞാനെന്റെ സമയത്ത് ദീർഘമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വേഗം ചില കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിൽ വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. മനോഹരമായ എല്ലാം, നമ്മുടെ കണ്ണുകൾക്ക് ഇമ്പം തരുന്നതെല്ലാം, നാം ശേഖരിച്ചു വെച്ചതെല്ലാം ഈ ഭൂമിയിൽ തീക്കരയാണ്. അതുകൊണ്ടാ എന്റെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? അധന്യനായ പ്രസ്ബിറ്റർ ആ വാക്യഭാഗത്ത് ഉദ്ധരിക്കുവാനിടയായി തീർന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ മനുഷ്യന്റെ ജീവന് തുല്യമായി വയ്ക്കുവാൻ ഒന്നുമില്ലെന്നുള്ളതാണ്. ഭൂമിയിൽ മൂല്യമുള്ള സൂര്യകാന്തം, നീലരത്നം, മാണിക്യം, മരതകം, നാഗവർണ്ണി, ചുമപ്പുകല്ല്, പീതരക്തം, ഗോമേതകം, കുക്ഷ്യരാഗം, വൈഡൂര്യം, പത്മരാഗം, സുഗന്ധിരക്തം എന്നിങ്ങനെയുള്ള രക്തങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെ ഉണ്ട്. പോരാങ്കിൽ ഇന്ത്യയിൽ നിന്ന് കോഹിനൂർ രക്തം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് എലിസബത്ത് രാജ്ഞിയുടെ കിരീടത്തിലുണ്ടെന്നൊക്കെയാ ചരിത്രമാണ്. നമുക്കത് അന്വേഷിക്കേണ്ട പോട്ടെ. ഞാനത് പറഞ്ഞത് ഇതിന്റെ മൂല്യം നിർണ്ണയിക്കാൻ കഴിയത്തില്ലെന്നാ. എന്നാൽ എന്റെ കർത്താവ് ഒരു മനുഷ്യന്റെ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, എന്റെയും നിന്റെയും ജീവന് വില കൊടുത്തിരിക്കുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമായ വിലയാണ്. അത് നഷ്ടമായി തീരുവാൻ, അതിനെ ഇല്ലാതെയാക്കി തീർക്കുവാൻ നീ തുനിയരുത്. നീ മടങ്ങി വന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇന്ന് രാത്രിയിൽ ഒരു ദൈവാരാധന പറയുക. നീ മടങ്ങി വരുമോ? യേശു നിന്നെ വിളിക്കുന്നു. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരുമോ എന്ന് യേശു കർത്താവ് വിളിക്കുകയാണ്. നീ നശിച്ചു പോകരുത് എന്ന് എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിന്റെ വരവെങ്കിൽ പ്രകൃതിക്കെല്ലാം ഇങ്ങനെ മാറ്റം സംഭവിക്കുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് 9ാമത്തെ വാക്യഭാഗം പറയുന്നുണ്ട്. മാനസാന്തരപ്പെടണമെന്ന്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന്
അവൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഇന്ന് നീ ജീവിക്കുന്നത്, ഇന്ന് നീ നിലനിൽക്കുന്നത്, ഇന്ന് നീ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ ദീർഘക്ഷമ ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ഗ്ലോറി. നിന്റെ പണത്തിന്റെ കൊഴുപ്പല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ കർത്താവിന്റെ ദീർഘക്ഷമയൊന്ന് മാത്രമാണ്. നീ മാനസാന്തരപ്പെടുവാൻ എന്റെ കർത്താവ് നിന്നോട് ആലോചന പറയുകയാണ്. മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞാൽ മാനസാന്തരം മനസ്സിന്റെ മാറ്റമാണ്. മാനസാന്തരം ദൈവഹിത പ്രകാരമുള്ള ദുഃഖമാണ്. മാനസാന്തരം എന്ന് പറയുന്നാൽ ഒരു തീരുമാനമെടുക്കലാണ്. മാനസാന്തരം പാപത്തെ ഉപേക്ഷിക്കലാണ്. മാനസാന്തരം പാപത്തെ ഏറ്റുപറച്ചിലാണ്. മാനസാന്തരം ഒരു മരണമാണ്. മാനസാന്തരം ദൈവത്തിലേക്കുള്ള തിരിച്ചിലാണ്. സ്തോത്രം. ഭാവിയായി ജീവിച്ച് പാപത്തെ സ്നേഹിച്ചു കൊണ്ടുപോയ മനുഷ്യ, നീ ഒരു നിമിഷം അദൂർത്തപുത്രനെ പോലെ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പോകും. അപ്പനോട് ഞാൻ ഇങ്ങനെ പറയും, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഓ ഹല്ലേലൂയ. മടങ്ങി വരവാണ്, ദൈവത്തിലേക്കുള്ള തിരിച്ചിലാണ്. കഴിഞ്ഞ നാളുകളിൽ മദ്യഷാപ്പിലേക്ക് നീ പോയെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ വെറിക്കുത്തികളിലേക്ക്, സിനിമാശാലയിലേക്ക് നീ പോയെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ വ്യഭിചാരത്തിന്റെ മാർഗത്തിലേക്ക് നീ പോയെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ കൂട്ടുകാരുമൊത്ത് സല്ലപിക്കുവാൻ നീ പോയെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ അടിയും അക്രമത്തിനായി നീ പോയെങ്കിൽ, വല്ലവന്റെയും പിടിച്ചു മറിക്കുവാൻ, അക്രമം കാണിക്കുവാൻ നീ പോയെങ്കിൽ, മാനസാന്തരം അതിനെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിയുന്ന ഒരനുഭവമാണ് മാനസാന്തരം. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുകയാ. കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നതായ ഒരു ദൈവ പൈതലിന് കരുണ ലഭിക്കും. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നദ്ധിയിൽ പാപത്തെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാൻ മനസ്സുള്ള എത്ര പേര് ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. യൗവനക്കാരി, നിന്റെ വഴിയെ നീ വിട്ടു തിരിഞ്ഞുകൊണ്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പാപത്തെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുവാൻ ഞാൻ ഇനി എന്റെ കർത്താവിനായി ജീവിക്കും. പാപത്തെ സ്നേഹിക്കുവാൻ ഞാൻ ഇനി പോകുകയില്ല. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, കുഞ്ഞെ, മാതാവേ, പിതാവേ, ഒരു നിമിഷം നിനക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. പാപത്തിന് പരിഹാരത്തിനായി ഉന്നതങ്ങളെ വെടിഞ്ഞുകൊണ്ട് താണഭൂമിയിലേക്ക് കടന്നു വന്ന ഒരേ ഒരുവൻ മാത്രം, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. യേശു കർത്താവ് മാത്രം ഈ ലോകത്തിലേക്ക് വന്നു. ദൈവവചനം പറയപ്പെടുന്നത്, പ്രവൃത്തി പുസ്തകം 4:12 പറയുന്നത്, മറ്റൊരുത്തന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതെ, നമ്മുടെ കർത്താവല്ലാതെ നീ നേർച്ചകൾ കഴിക്കുന്നത് കൊണ്ടോ, പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടോ, നീ പ്രാർത്ഥനക്കാരന്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടോ, ധർമ്മമൊക്കെ കൊടുക്കുന്നത് കൊണ്ടൊക്കെ ദൈവരാജ്യത്തിൽ പോകാമെന്ന് കരുതുന്നെങ്കിൽ നിന്റെ ചിന്തകൾ തെറ്റാണ്. ഒരു നിമിഷം നീ മടങ്ങി വാ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കും. നീ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട്, ഒരു പക്ഷെ ഇവിടേക്ക് കടന്നു വരുവാൻ കഴിയുന്നില്ലെങ്കിൽ, ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട്, കർത്താവേ, നീയാണ് എന്നെ രക്ഷിക്കുവാൻ വന്നതെങ്കിൽ എന്റെ രോഗത്തിന് നീ സൗഖ്യം തരുമോ? എന്റെ കുടുംബത്തിന് നീ സമാധാനം തരുമോ? എന്റെ മദ്യപാന സ്വഭാവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുമോ? എന്റെ വെറിക്കൂത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കുമോ? എന്റെ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നീ അനുഗ്രഹിക്കുമോ? എന്റെ മാതാപിതാക്കളുടെ ഈ ജീവിത സാഹചര്യത്തിൽ നിന്നൊരു വിടുതലുണ്ടാകുമോ? കർത്താവേ, നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുവാൻ ഇതാണ് നല്ല അവസരം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷയ്ക്ക് വേണ്ടി നിദാനമായ ഒരേ ഒരു മാർഗം യേശു ക്രിസ്തുവിന്റെ മാർഗം മാത്രം. മനസ്സാന്തരപ്പെടുകയും പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്
ദൈവസഭയുടെ അംഗമായി തീരുകയും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്ന ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ മാത്രം സഭയോട് ചേർത്ത കർത്താവ് വീണ്ടും വരുവാൻ സമയമായി. കർത്താവിന്റെ ദിവസമോ കളനെ പോലെ അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയടിയും. ഭൂമി മുതലുള്ള പണികളും വെന്തുപോകും. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവമക്കളെ, നാം ഒത്തൊരുമിച്ച് ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞ നമ്മുടെ അരുവോളവാളനായ കർത്താവിന്റെ നാമത്തെ നമുക്ക് ചേർന്ന് ഉയർത്താമല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു നിന്നെ വിളിക്കുന്നു. നിന്റെ പാപത്തിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കൃത്യമായി ക്ഷണിച്ചുകൊണ്ട് എനിക്ക് സമയത്തെ നൽകിയ കർത്തൃദാസന്മാർ സെക്ഷൻ ബോർഡ്, യൂത്ത് ഡിപ്പാർട്ട്മെന്റ്, എന്റെ അധ്യക്ഷനായിരുന്ന ദൈവദാസന്മാർ, എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന ദേശവാസികൾ, ആദരണീയരായ മാതാപിതാക്കൾ, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുവാനാകട്ടെ.